ഹായ് ഫ്രണ്ട്സ്, പ്രിസൈസ് ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജിന്റെ പാർട്ട് 2 സെക്ഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ട് പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് പാർട്ട് 2 മെയിൻ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് നോക്കാം, ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് if 37.5 is added to 75% of a number, the result is the number itself, then find the number. ഇതാണ് പ്രോബ്ലം തന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർസെൻറ്റേജിന്റെ ബേസിക് കൺസെപ്റ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ ഏതൊരു പെർസെൻറ്റേജ് ആയിക്കോട്ടെ, ഇപ്പൊ ജസ്റ്റ് ഇപ്പോ 25% ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഏതൊരു കൺസേൺഡ് ആയിട്ടുള്ള പെർസെൻറ്റേജിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, 25% പറഞ്ഞാൽ 2500 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതിനെ ചെറുതാക്കുമ്പോഴാണ് നമുക്ക് 1/4 കിട്ടുക. അപ്പൊ ഈ 1/4 എന്നുള്ള കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ എന്താണ് മീൻ ചെയ്യുന്നത് വെച്ചാൽ, 4 എന്ന് പറയുന്ന നമ്പറിന്റെ 25% ആണ് 1 വരെ. ഓക്കെ, അപ്പൊ ഇതാണ് പെർസെൻറ്റേജിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു പെർസെൻറ്റേജിനെ നമ്മൾ ഫ്രാക്ഷൻ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ആയിരിക്കും ന്യൂമറേറ്ററിൽ ഉണ്ടാകുക. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, if 37.5 is added to 75% of a number, the result is the number itself. Okay, then find the number എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പെർസെൻറ്റേജിന്റെ സെക്ഷൻ ഏതാണെന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. തന്നിരിക്കുന്ന സെക്ഷനിൽ പെർസെൻറ്റേജിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് 75% ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 75%ന്റെ വാല്യൂ ഈക്വൽസ് 3/4 ആണ് വരിക. ഇതെന്താണ് മീൻ ചെയ്യുന്നത് വെച്ചാൽ, 4 എന്ന് പറയുന്ന നമ്പറിന്റെ 75% ആയിരിക്കും 3 എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ കൺസെപ്റ്റ് ഫോളോ ചെയ്യും. If 37.5 is added to 75% of a number, the result is number itself എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 4 ആണ് ഒറിജിനൽ നമ്പറായി കൺസിഡർ ചെയ്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ 4 ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നതെങ്കിൽ, അതിന്റെ 75% എന്ന് പറയുന്നത് 3 ആണ് വാല്യൂ വരിക. ഓക്കെ, 4 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 75% എന്ന് പറയുന്ന കൺസെപ്റ്റ് 3 ആണ് വരിക. ഓക്കെ, ആ കൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലാക്കുക. ഈ 4 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ 75% റെപ്രസെന്റ് ചെയ്യുന്നത് 3നെയാണ്. ഇനി ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, if 37.5 is added to 75% of a number എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, ഇപ്പൊ 4 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 75% എന്ന് പറയുന്നത് 3 ആണ് വരിക. അപ്പൊ 3 എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 4 എന്ന് പറയുന്ന പോർഷനിലോട്ട് എന്താന്ന് വെച്ചാൽ, ജസ്റ്റ് 1 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ആ കൺസെപ്റ്റ് ക്ലിയർ ആയി മനസ്സിലാക്കുക. ഇപ്പൊ 4 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 75% ആയിട്ടുള്ള 3യുടെ കൂടെ 1 എന്ന് പറയുന്ന പോർഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് എത്തുന്നത് വെച്ചാൽ അതേ നമ്പറിലോട്ട് നമ്മൾ എത്തിച്ചേരും അല്ലെ. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ ക്ലിയർ ആയി പറയുന്നുണ്ട്, ആഡ് ചെയ്യുന്ന പോർഷൻ 1ന് പകരം നമുക്ക് 37.5 ആണ് വന്നിരിക്കുന്നത് അല്ലെ. 75%ന്റെ കൂടെ 37.5 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്ലിയർലി എങ്ങനെ പറയാന്ന് വെച്ചാൽ, 4 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ 75% 3 ആണ് വരിക. ഈ 3യുടെ കൂടെ 1 എന്ന് പറയുന്ന പോർഷൻ ആഡ് ചെയ്യുമ്പോഴാണ് അതേ നമ്പറിലോട്ട് എത്തിച്ചേരുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഈ 1 എന്ന് പറയുന്ന പോർഷന് പകരം ക്ലിയർലി നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്നതാണ് 37.5 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 1 എന്ന് പറയുന്ന പോർഷൻ 37.5 ആണ് വരിക. അപ്പൊ നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒറിജിനൽ നമ്പർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒറിജിനൽ നമ്പർ നമ്മൾ 4 ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ 1 എന്നുള്ള വാല്യൂ 37.5 ആണെങ്കിൽ 4 എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതായിരിക്കും വരുന്നത് വെച്ചാൽ, 1 37.5 ആണെങ്കിൽ 4 എന്നുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് 150 ആയിരിക്കും വരിക. ഓക്കെ, ആ കൺസെപ്റ്റ് ഒന്നും കൂടെ മനസ്സിലാക്കുക. ഒരു നമ്പറിന്റെ 75%ന്റെ കൂടെ 37.5 ആഡ് ചെയ്യുമ്പോഴാണ് അതേ നമ്പറിലോട്ട് എത്തുന്നതെങ്കിൽ ആ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ജസ്റ്റ് നോക്കുക, 75% പറഞ്ഞാൽ 3/4 ആണ് വരിക. അപ്പൊ 4 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ
അതിന്റെ 75% 3 ആണ് വരിക. അപ്പൊ 4 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 75% ആയിട്ടുള്ള 3യുടെ കൂടെ ജസ്റ്റ് 1 ആഡ് ചെയ്താൽ തന്നെ നമ്മൾ അതേ നമ്പറിലോട്ട് റീച്ച് ആകും. ഓക്കെ, പക്ഷെ ആഡ് ചെയ്യുന്ന പോർഷൻ 1ന് പകരം 37.5 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ 1 37.5 ആണെങ്കിൽ 4 150 ആണ് വരിക. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം കൂടെ നോക്കാം. സെയിം പ്രോബ്ലം തന്നെയാണ്, ജസ്റ്റ് നമ്മൾ പെർസെന്റേജ് വന്നിട്ട് ഹോൾ നമ്പർ പെർസെന്റേജ് മാറ്റിയിട്ട് ജസ്റ്റ് മിക്സഡ് ഫ്രാക്ഷന്റെ പെർസെന്റേജോട്ടാണ് ആക്കിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇതിലും എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്കറിയാം പെർസെന്റേജിന്റെ സെക്ഷൻ 33 1/3% ആണല്ലേ. അപ്പൊ നമ്മൾ പാർട്ട് 1ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 33 1/3%ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/3 ആണ് വരിക. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റും എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 3യുടെ 33 1/3% ആണ് 1 വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ പറയാൻ പറ്റുന്ന വെച്ചാൽ ഇപ്പൊ 3 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 33 1/3% എന്ന് പറയുന്നത് 1 ആണ് വരിക. ഓക്കെ, 3 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ 33 1/3% എന്ന് പറയുന്നത് 1 ആണ് വരിക. അപ്പൊ 33 1/3% ആയിട്ടുള്ള 1ന്റെ കൂടെ എത്ര പോർഷൻ ആഡ് ചെയ്താലാണ് അതേ നമ്പറിലോട്ട് എത്തുക നോക്കുക. നമുക്കറിയാം 1ന്റെ കൂടെ 2 എന്ന് പറയുന്ന പോർഷൻ ആഡ് ചെയ്താലായിരിക്കും നമ്മൾ അതേ നമ്പറിലോട്ട് എത്തിച്ചേരുക. പക്ഷെ നമുക്ക് ഇവിടെ ക്ലിയർ ആയി തന്നിട്ട് ആഡ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് 54 ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 2 എന്നുള്ള കൺസെപ്റ്റ് 54നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം 254 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ 3 എന്നതിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്ത് നോക്കുക. അപ്പൊ 254 പറഞ്ഞാൽ 2 × 27 ആണ് 54 വരിക. അപ്പൊ നമുക്ക് ഒറിജിനൽ നമ്പർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് 3 × 27 ചെയ്യാം, 81 ആണ് വരിക. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ പറയുന്നത് ഇൻ ആൻ എക്സാമിനേഷൻ 86% സ്റ്റുഡൻസ് പാസ്ഡ് ആൻഡ് 224 സ്റ്റുഡൻസ് ഫെയിൽഡ് എന്നാണ് പറയുന്നത്. എങ്കിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെ. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഉള്ള പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 86% ആണ് അല്ലെ. 86%ന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ 86/100 ചെയ്യാം. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 43/50 ആണ് കിട്ടുക അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയും കൂടെ പറയാന്ന് വെച്ചാൽ 50 എന്ന് പറയുന്ന നമ്പറിന്റെ 86% ആണ് 43 വരിക. ഓക്കെ, 50യുടെ 86% ആണ് 40 വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയും കൂടെ പറയാന്ന് വെച്ചാൽ 50 ആണ് ടോട്ടൽ സ്റ്റുഡൻസ് എങ്കിൽ അതിന്റെ 86% ആയിട്ടുള്ള 43 ആണ് പാസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 86 സ്റ്റുഡൻസ് ആണ് പാസ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെയും കൂടെ പറയാന്ന് വെച്ചാൽ 50 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ എങ്കിൽ അതിൽ 43 സ്റ്റുഡൻസും പാസ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫെയിൽഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് എത്ര പേരായിരിക്കും വരുന്നത് വെച്ചാൽ 50 - 43. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആയിരിക്കും ഫെയിൽഡ് ആയിട്ടുള്ള കാറ്റഗറി വരിക. ഓക്കെ, ആ കൺസെപ്റ്റ് ഒറ്റ മനസ്സിലാക്കുക. 86% 43/50 ആണ് വരിക. അപ്പൊ 50 സ്റ്റുഡൻസ് ആണെങ്കിൽ 43 പാസ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അപ്പൊ ഫെയിൽഡ് ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത് 7 ആണ് വരിക. ഓക്കെ, പക്ഷെ ഫെയിൽഡ് ആയിട്ടുള്ള കാറ്റഗറി നമുക്ക് 7 എന്നതിന് പകരം എത്രയാണ് തന്നിരിക്കുന്നത് വെച്ചാൽ 224 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 7 224 ആണ് ഈക്വൽ എങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ 7ന്റെ എത്ര ടൈംസ് ആണ് 224 നോക്കാം. അപ്പൊ 7 3 times 21 ആണ് വരിക. 14 പറയുമ്പോൾ 32 ടൈംസ് അല്ലേ. 7 × 32 ആണ് 224 വരിക. അപ്പൊ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ 50 × 32 ചെയ്യാം. ഓക്കെ, അപ്പൊ 50 × 32 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര ഉത്തരം കിട്ടുന്ന വെച്ചാൽ 1600 ആണ് കിട്ടുക. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. In a school, 81/3% of students were girls. Number of boys in school is okay. Number of boys in school is 143. Then find total students ആണ് കണ്ടെത്തേണ്ടത്. സിമിലർ പ്രോബ്ലം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സിമിലർ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ സോൾവ് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് 81/3%ന്റെ വാല്യൂ എത്രയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1ൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 81/3%ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/12 ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ പറയാന്ന് വെച്ചാൽ 12 എന്നതിന്റെ 81/3% ആണ് 1 വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഏത് അപ്രോച്ചിലും കൂടെ പറയാന്ന് വെച്ചാൽ
ഇപ്പൊ 12 സ്റ്റുഡൻസ് ആണ് ടോട്ടലി ഉള്ളതെങ്കിൽ അതിന്റെ 8 1/3% ആയിട്ടുള്ള 1 ആയിരിക്കും ഏത് സെക്ഷനിൽ വരിക? നമ്മുടെ ഗേൾസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരിക. നമ്മൾ ക്ലിയർ ആയി പറയുന്നുണ്ട്, ഇൻ എ സ്കൂൾ 8 1/3% ഓഫ് ദ സ്റ്റുഡൻസ് വർ ഗേൾസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1/12 ആണ് വരിക. അപ്പൊ 12 ആണ് ടോട്ടൽ സ്റ്റുഡൻസ് എങ്കിൽ അതിന്റെ 8 1/3% ആയിട്ടുള്ള 1 ആയിരിക്കും ഗേൾസിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 12 എന്ന് പറയുന്ന ടോട്ടലിൽ ഒരു പോർഷൻ ആണ് ഗേൾസിന്റെ കാറ്റഗറി എങ്കിൽ ബോയ്സിന്റെ കാറ്റഗറി നമുക്ക് എത്ര പറയുന്നത് വെച്ചാൽ 12 - 1 11 ആണ് ബോയ്സിന്റെ കാറ്റഗറി വരിക. പക്ഷെ നമുക്ക് 11 എന്ന് പറയുന്ന കൺസെപ്റ്റിന് പകരം ഇവിടെ ബോയ്സിന്റെ കേസ് തന്നിരിക്കുന്നത് 143 ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, 11 എന്നത് 143 എന്ന് പറയുന്ന കൺസെപ്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 11 × 13 ആണ് 143 വരിക. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസ് എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ 12 × 13 ചെയ്യാം. ദാറ്റ് ഈസ് 156 ആണ്. ഓക്കെ, നമുക്കിപ്പോ അടുത്ത പ്രോബ്ലം നോക്കാം. When the price of the table reduced by 12 1/2%, it results to 490. എങ്കിൽ ടേബിളിന്റെ ഒറിജിനൽ പ്രൈസ് ആണ് കണക്കാക്കാൻ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ 12 1/2%ന്റെ വാല്യൂ എത്രയാണ് കണക്കാക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 1/2%ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/8 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ 8ന്റെ 12 1/2% ആണ് 1 വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ ടേബിളിന്റെ ഒറിജിനൽ പ്രൈസ് 8 ആണെങ്കിൽ റെഡ്യൂസ് ആവുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 12 1/2% ആണ്. ശ്രദ്ധിക്കുക, 12 1/2% ആണ് റെഡ്യൂസ് ആവുന്ന സെക്ഷൻ അല്ലെ. ഓക്കെ, അപ്പൊ 8 ആണ് ഒറിജിനൽ പ്രൈസ് എങ്കിൽ അതിന്റെ 12 1/2% ആയിട്ടുള്ള 1 ആണ് റെഡ്യൂസ് ആവുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രസന്റ് റേറ്റ് അല്ലെങ്കിൽ പ്രസന്റ് പ്രൈസ് ഓഫ് ദി ടേബിൾ എന്ന് പറയുന്നത് എത്ര വരിക എന്ന് വെച്ചാൽ 8ൽ നിന്ന് 1 എന്ന് പറയുന്ന പോർഷൻ ആണ് കുറയുക. അപ്പൊ 7 ആണ് പ്രസന്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ കറക്റ്റ് ആയി പറയുന്നുണ്ട് അതിന്റെ പ്രസന്റ് പ്രൈസ് എന്ന് പറയുന്നത് 490 ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഇപ്പൊ 8 ആണ് ഒറിജിനൽ എങ്കിൽ 12 1/2% റെഡ്യൂസ് ആയ അതിന്റെ വാല്യൂ 7 ആണ് ആവുക. പക്ഷെ 7ന് പകരം നമുക്ക് ഇവിടെ എത്ര തന്നിരിക്കുന്നത് വെച്ചാൽ 490 ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 7 490 പറഞ്ഞാൽ 7 × 70 ആണ് 490 വരിക. അതുപോലെ തന്നെ അപ്പൊ ഒറിജിനൽ പ്രൈസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് 8 × 70 ചെയ്താൽ മതി. 560 ആയിരിക്കും ടേബിളിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇഫ് എ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 37 1/2%, ഇറ്റ് റിസൾട്ട്സ് ടു 33 എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ഒരു നമ്പർ 37 1/2% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 33 ആയിട്ടാണ് കൺവേർട്ട് ആവുന്നതെങ്കിൽ ഒറിജിനൽ നമ്പറിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ജസ്റ്റ് നോക്കുന്നത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ 37 1/2%ന്റെ വാല്യൂ ആണ് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ 32 1/2%ന്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് 75%ന്റെ വാല്യൂ എന്ന് പറയുന്നത് 3/4 ആണ് അല്ലെ. 75% എന്ന് പറയുന്നത് 3/4 ആണ് വരിക. കറക്റ്റ് 75%ന്റെ ഹാഫ് ആണ് 37 1/2 വരെ അല്ലെ. അപ്പൊ ഇതിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും വെച്ചാൽ 3/4 × 1/2 ചെയ്താൽ മതി. 3/4 × 1/2 ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര വാല്യൂ കിട്ടുക വെച്ചാൽ 3/8 ആണ് വാല്യൂ കിട്ടുക. ഓക്കെ, ആ കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കുക. അപ്പൊ 37 1/2%ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 3/8 ആണ് കിട്ടുക. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 8ന്റെ 37 1/2% ആണ് 3 വരിക. ഓക്കെ, ആ കൺസെപ്റ്റ് കറക്റ്റായി മനസ്സിലാക്കുക. ഓക്കെ, അതായത് 8 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 37 1/2% ആണ് 3 വരിക. അപ്പൊ ജസ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഒറിജിനൽ നമ്പർ 8 ആയിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം 37 1/2% ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ. ശ്രദ്ധിക്കുക, 37 1/2% ആണ് ഇൻക്രീസ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 8 ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 37 1/2% ആയിട്ടുള്ള 3 ആണ് ഇൻക്രീസ് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് വാല്യൂ എന്തായിരിക്കും വെച്ചാൽ അതിന്റെ 8ന്റെ ഒപ്പം അതിന്റെ 37 1/2 ആയിട്ടുള്ള 3യും കൂടെ ഇൻക്രീസ് ആയി. അപ്പൊ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര വരുന്ന വെച്ചാൽ 11 ആണ് വാല്യൂ വരിക. ഓക്കെ, അപ്പൊ 8 ആയിരുന്നു ഒറിജിനൽ നമ്പർ എങ്കിൽ
37 1/2% ഇൻക്രീസ് ചെയ്താൽ അത് 11 ആയിട്ടാണ് കൺവേർട്ട് ആവുക. ഓക്കെ, പക്ഷെ നമുക്ക് പ്രസന്റ് വാല്യൂ 11 പകരം ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത് വെച്ചാൽ 33 ആണ് തന്നിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം 11 33 ആണെങ്കിൽ 11 into 3 ആണ് 33 വരിക. അപ്പോൾ ഒറിജിനൽ നമ്പർ നമുക്ക് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ ജസ്റ്റ് 8 into 3 24 ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക. കൂടുതൽ സബ്സ്ക്രിപ്ഷനും കൂടുതൽ അപ്ഡേറ്റ്സിനും വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ എല്ലാവരും ക്ലിക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.